കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഡി.കെ. ശിവകുമാർ സമ്മർദ്ദം ശക്തമാക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. പി.സി.സി അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്നാണ് സൂചന. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്നും മാതൃക സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം. ശ്യാമ സദാനന്ദൻ, മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ വരുന്നത് പാർട്ടിക്ക് നല്ലതാണ് എന്നുള്ള ഒരു വികാരം പാർട്ടിക്കകത്ത് കർണാടകയിൽ ഉയരുന്നുണ്ട് കുറെ കാലമായി. ഇപ്പോൾ ഡി.കെ. നേരിട്ട് അത് പറയുകയാണോ? സുജയ, 2023-ൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള ഒരു വടംവലിയൊക്കെ ചർച്ചയായതാണ്. അന്ന് ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടലിലൂടെയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതും. പക്ഷേ അന്ന് ഉയർന്നു വന്നിരുന്ന ഒരു വാർത്തയായിരുന്നു 2.5 വർഷത്തെ ഒരു റൊട്ടേഷൻ മുഖ്യമന്ത്രിയാണ്. അതായത് 2 വർഷത്തിന് ശേഷം ഡി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകുമെന്നുള്ളത്. അതിനുശേഷമുള്ള അധികാര വടംവലിയെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഡിസംബർ 8-ന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്നതിന് മുമ്പായി മന്ത്രിസഭാ പുനഃസംഘടനയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നു. അപ്പോഴാണ് ഡി.കെ. ശിവകുമാർ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പി.സി.സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഡി.കെ. ശിവകുമാറിന്റെ വാക്കുകൾ വരുന്നത്. അതായത് 5 വർഷത്തിലേറെയായി താൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നു, ഒരു സ്ഥാനവും ശാശ്വതമല്ല, ആരും അന്ന് ശ്യാമസദാനന്ദൻ ഓർമ്മയില്ലേ 50-50 ആയിരുന്നു അന്നത്തെ എഗ്രിമെന്റ് ഫോർമുല. അപ്പോൾ 30 മാസത്തിന് ശേഷം സ്ഥാനം ഒഴിയുമെന്ന് പറഞ്ഞിട്ട് അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതല്ലേ സ്വാഭാവികമായി? പക്ഷെ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം കോൺഗ്രസ് നൽകിയിട്ടില്ല. സിദ്ധരാമയ്യ തന്നെ അത്തരത്തിലൊരു ഫോർമുലയൊന്നും ഇല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ ഡി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുള്ള വടംവലികൾ ഇപ്പോൾ ഡി.കെ. ശിവകുമാർ പക്ഷം വീണ്ടും സജീവമാക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ നിന്നും വരുന്ന വാർത്തകൾ. ഇതുമായി യോജിപ്പിച്ച് തന്നെയാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ആളുകളും ഈ ഒരു നീക്കം സജീവമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നത്. അതായത് താൻ പി.സി.സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധനാണ്, മറ്റുള്ളവർക്കും അവസരം നൽകണം, ഒരു സ്ഥാനവും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. ഇത് സിദ്ധരാമയ്യയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാക്കുകൾ തന്നെയാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. അതായത് മുഖ്യമന്ത്രി കസേരയിൽ സിദ്ധരാമയ്യയുടെ സ്ഥാനവും ശാശ്വതമല്ല, എല്ലാവർക്കും അവസരം നൽകണമെന്ന് അദ്ദേഹം സിദ്ധരാമയ്യയോട് പറയാതെ പറയുകയാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തായാലും കർണാടകയിൽ ഒരു പ്രതിസന്ധി വരുന്നു എന്ന തരത്തിൽ പറയാൻ പറ്റില്ല. കാരണം പക്ഷേ അദ്ദേഹം ഇതിന്റെ കൂടെ പറയുന്നത് തന്നെ താൻ സ്ഥാനം ഒന്നും രാജിവെക്കുന്നില്ല, നേതൃസ്ഥാനത്തുണ്ട്, ഗാന്ധി കുടുംബവും അതുപോലെ ഹൈക്കമാൻഡും പറയുന്നത് അനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുക എന്നുകൂടി അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. എന്തായാലും കർണാടകയിൽ നമുക്ക് ഡി.കെ. ശിവകുമാറോട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടാവുന്നതാണ്. അദ്ദേഹത്തെ നമുക്ക് ടെലിഫോണിൽ വിളിക്കാം അടുത്ത മണിക്കൂറിൽ.